നമസ്കാരം. നീലയമരി എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരമാണ് 1917 ചമ്പാരൻ നീലം കർഷക സമരം. ആ സത്യാഗ്രഹത്തിലൂടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം പിടിച്ച വ്യാവസായിക പ്രാധാന്യമുള്ള സസ്യമാണ് നീലയമരി. ഇതിന്റെ ഇംഗ്ലീഷ് നാമമായ ഇൻഡിഗോ എന്ന പേരിൽ ടാറ്റ കമ്പനി ഒരു കാർ ഇറക്കിയിരുന്നു. പയർവർഗത്തിൽപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് നീലയമരി. ഫാബിയസി അഥവാ പാപ്പിലിയോണേസി കുടുംബത്തിലെ ഫാബോഡിയ ഉപകുടുംബത്തിലെ ഇൻഡിഗോഫെറ ജനുസിൽ ടിങ്കോറിയ ജനുസ് ഇനമാണ് നീലയമരി. പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ ശാസ്ത്രീയ നാമം ഇൻഡിഗോഫെറ ടിങ്കോറിയ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ നീലയമരി, നീലിനി, നീലം ചെടി, നീലച്ചെടി, നീലാമരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഇൻഡിഗോ എന്നാണ് അറിയപ്പെടുക. സംസ്കൃത ഭാഷയിൽ ഇതിനെ നീല, നീലിനി, നീലിക, തുദ്ധ, ഗ്രാമീണ, രഞ്ജിനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ നീൽ എന്നും നീല എന്നും അറിയപ്പെടുന്നുണ്ട്. കന്നഡ ഭാഷയിൽ ഇതിനെ നീലി എന്നാണ് വിളിക്കുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ നീലിച്ചട്ടു എന്നും അവിരി എന്നും വിളിക്കുന്നുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ അവരി എന്നും നീലം എന്നും അറിയപ്പെടുന്നു. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണകാലാവസ്ഥയുള്ള ഏഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നതെങ്കിലും ലോകത്തെമ്പാടും പഴയ കാലങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. പൊതുവെ ഭാരതത്തിലെ സമതല പ്രദേശങ്ങളെല്ലാം ഇത് വളരും. കേരളത്തിലെ തൊടികളിലും കാടുകളിലും ധാരാളം ഇത് കണ്ടുവരുന്നുണ്ട്. പരിസ്ഥിതി മൂല്യത്തെ നോക്കാം. നീലയമരിയുടെ വേരുകളിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾക്ക് മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്നതിനാൽ ഇത് നടുന്ന സ്ഥലങ്ങളിൽ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കാനായിട്ട് കാരണമാകും. രൂപകരണം നോക്കാം. 1.5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ശാഖോപശാഖകളോട് കൂടിയ കുറ്റിച്ചെടിയാണ് നീലയമരി. ചെറുതായി വെട്ടി നിർത്തിയാൽ 2 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കും. കമ്പി പോലുള്ള തണ്ടും ധാരാളം ശിഖരങ്ങളും ഇതിന്റെ പ്രത്യേകതയാണ്. നീല കലർന്ന പച്ചയോടുകൂടിയ ഇലകളാണ് ഈ നീലയമരിക്കുള്ളത്. ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കുന്നു. സാധാരണ 9 പത്രകങ്ങൾ കാണും ഒരിലയ്ക്ക്. ചെറിയ ഇലകൾ കടിച്ചു നോക്കിയാൽ ചെറിയ കയ്പുണ്ടാകും. ഇലകൾ ചതച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറ് മാറും. പൂങ്കുല ഇലകളുടെ കക്ഷത്തിൽ നിന്നുമാണ് ഉണ്ടാകുക. പൂക്കൾ ചെറുതും ചുവപ്പ് നിറത്തോടു കൂടിയതോ മഞ്ഞ കലർന്ന തവിട്ട് നിറത്തോടു കൂടിയതോ ആകാം. ഫലങ്ങൾ പോടാകൃതിയിലാണ്. മൂത്ത ഫലത്തിന് തവിട്ട് നിറമാണ്. 10 മുതൽ 12 വരെ വിത്തുകൾ ഒരു ഫലത്തിലുണ്ടാകും. വിത്തുകൾ തവിട്ട് നിറത്തിൽ സിലിണ്ടർ ആകൃതിയിലാണ്. വേരിൽ ചെറിയ കുമിളകൾ കാണാൻ സാധിക്കും. അധികം നിഴലും അധികം തണലും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുന്ന നീലയമരി ഒന്നിലേറെ വർഷങ്ങൾ നിലനിൽക്കും. നീലയമരിയോട് സാമ്യമുള്ള പല സസ്യങ്ങളുമുണ്ട്. നീലയമരി തിരിച്ചറിയാനുള്ള ഒരു എളുപ്പമാർഗം നീലയമരി ഇലയുടെ ഞെട്ടിലും തുമ്പിലും പിടിച്ചു വലിച്ചാൽ കത്തി കൊണ്ട് മുറിഞ്ഞതുപോലെ നേർരേഖയിൽ 2ആയി മുറിഞ്ഞു വരുമെന്നുള്ളതാണ്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. നീലയമരിയിൽ നിന്ന് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നു പഴയ കാലങ്ങളിൽ. ഇത് തുണിക്ക് വെണ്മ നൽകാനും ഔഷധത്തിനും ഉപയോഗിച്ചിരുന്നു. ചൈനയിലാണ് കൂടുതലായിട്ട് നീലയമരി കൃഷി ചെയ്ത് നീലം ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ചൈനീസ് ബ്ലൂ എന്നും കട്ടനീലം എന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു. കട്ടനീലത്തിന് നമ്മുടെ നാട്ടിലെ പൂർവികര് പൂനീലം എന്നും പറഞ്ഞിരുന്നു. വ്യാവസായിക അടിസ്ഥാനത്തിൽ ചൈനയിലാണ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. 45-50 വർഷങ്ങൾക്ക് മുമ്പ് വരെ കട്ടനീലം വളരെ പ്രചാരത്തിലുണ്ടായിരുന്നതാണ്. നീലം മുക്കിയ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് പല ത്വക്ക് രോഗങ്ങളും തടയാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഉപയോഗിക്കുന്ന നീലവും ഒക്കെ കളറ് മുക്കുന്നതൊക്കെ കെമിക്കലാണ്. അത് ആരോഗ്യത്തിന് ദോഷകരമാണ്. വീടിന്റെ തറയിൽ അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ നിറം പിടിപ്പിക്കാൻ ഈ പ്രകൃതിദത്തമായ നീലം പണ്ട് ഉപയോഗിച്ചിരുന്നു. അത് ആരോഗ്യകരവുമായിരുന്നു. ഈ ചെടിയിൽ ഉണ്ടാകുന്ന നിറം ജീൻസ് മുതലായ വസ്ത്രങ്ങളുടെ നിറക്കൂട്ടുകൾക്ക് പണ്ട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കെമിക്കലാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മുടിയുടെ നിറം മാറ്റുന്നതിനും പണ്ട് ഉപയോഗിച്ചിരുന്നു. ചിത്രരചനയ്ക്ക് പണ്ട് നീലത്തിന്റെ കളറ് കിട്ടാൻ വേണ്ടി ഈ ചെടി ഉപയോഗിച്ചിരുന്നു. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. കൈവിഷമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി നീലയമരി ഉപയോഗിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. നീലയമരി ഇല പശുവിൻ പാലിൽ നല്ലതുപോലെ മഷി പോലെ അരച്ച് നെഞ്ച് മുതൽ നാഭി വരെ കട്ടിയിൽ പുരട്ടി ഉണങ്ങാൻ കാത്തിരുന്നു കഴിഞ്ഞാൽ കൈവിഷമുള്ള ഭാഗം എത്ര സമയം കഴിഞ്ഞാലും ഉണങ്ങില്ല എന്നാണ് വിശ്വാസം. രാസഘടകങ്ങളെ നോക്കാം. നീലയമരിയുടെ എക്സ്ട്രാക്റ്റുകളിൽ നിന്നും ഫ്ലവനോയിഡുകൾ, ആൽക്കലോയിഡുകൾ, ഗ്ലൈക്കോസൈഡുകൾ, ടെർപ്പനോയിഡുകൾ എന്നിവ വേർതിരിച്ചെടുത്തിട്ടുണ്ട്.
നീലയമരിയിൽ 50% ഇൻഡിഗോട്ടിൻ എന്ന വസ്തു അടങ്ങിയിട്ടുണ്ട്. ചെടി സമൂലം ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് അടിയിലൂറുന്ന വസ്തുവിൽ സൾഫ്യൂരിക് അമ്ലം ഒഴിച്ച് ഇളക്കിയാൽ ആ സൾഫ്യൂരിക് അമ്ലത്തിൽ ലയിച്ച് കിട്ടുന്ന വസ്തുവാണ് ഇൻഡിഗോട്ടിൻ. പക്ഷേ ഇത് വെള്ളത്തിലോ സ്പിരിറ്റിലോ ഇത് ലയിക്കില്ല. ഔഷധ മൂല്യത്തെ നോക്കാം. ഇത് സസ്യത്തിന്റെ സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആമവാദം, സന്ധിവാദം, എഗിർത്ത് അഥവാ കരൾ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, വിഷം, ആസ്മ, പ്രമേഹം, രക്തവാതം, പിത്തം, കഫം എന്നിവ ശമിപ്പിക്കുന്നതാണ്. എഗിർത്തിന്റെ അഥവാ കരളിന്റെ പ്രവർത്തനം, കേശങ്ങളുടെ വളർച്ച എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ്. വിഷഹരമാണ്. കേശ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന നീലിഭൃങ്കാതി എണ്ണയിലെ പ്രധാന ചേരുവയാണ് നീലയമരി. പാമ്പ്, തേൾ, പഴുതാര, പല്ലി, ചിലന്തി എന്നിവയുടെ വിഷബാധ ഏറ്റുകഴിഞ്ഞാൽ നീലയമരി തനിച്ചോ മറ്റ് ഔഷധങ്ങളുമായി ചേർത്തോ ഉപയോഗിക്കാറുണ്ട്. നീലയമരി ചേർത്ത മരുന്നുകൾ അപസ്മാരം, ഞരമ്പ് രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. നീലി 60 പേരെ തിന്നവൾ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വിഷചികിത്സയിൽ 60 തരം വിഷങ്ങൾക്ക് നീലയമരി ഉപയോഗിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. നീലയമരിയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി വീതം അല്പം തേനും ചേർത്ത് ദിവസവും 2 നേരം വീതം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം അഥവാ കാമില ശമിക്കുന്നതാണ്. ഇത് കരളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ഫലപ്രദമാണ്. 2. മുടിയുടെ വളർച്ചയ്ക്കും കറുപ്പ് നിറത്തിനും നീലയമരി സമൂലം എടുത്ത് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് നല്ലതാണ്. 3. നീലയമരിയുടെ വേര്, ഉങ്ങിൻ വേര് ഇവ കൊണ്ട് കഷായം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പേപ്പട്ടി വിഷത്തിന് ശമനമുണ്ടാകും. 4. വിഷജന്തുക്കൾ കടിച്ചാൽ നീലയമരി സമൂലം അരച്ച് മുറിവിൽ പുരട്ടുകയും ഇലയുടെ നീര് കുടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. 5. പല്ലി വിഷത്തിന് നീലയമരി വേര്, കടുക്കമൂളി വേര്, നറുനീണ്ടി കിഴങ്ങ് എന്നിവ പാലിൽ സേവിച്ചു കഴിഞ്ഞാൽ ശമനം കിട്ടുന്നതാണ്. 6. പഴകിയ വ്രണം ഉണങ്ങുന്നതിന് നീലയമരി ഇട്ട് കാച്ചിയ വെളിച്ചെണ്ണ പുറമെ പുരട്ടുന്നത് ഫലപ്രദമാണ്. 7. നീലയമരി ഇല അരച്ച് പുരട്ടിയാൽ ചൊറിയും ചിരങ്ങും മാറുന്നതാണ്. 8. മുഖത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾക്ക് നീലയമരിയുടെ ഇലയും മഞ്ചട്ടിയും ചേർത്ത് അരച്ച് പുരട്ടുന്നത് ശമനം കിട്ടുന്നതാണ്. 9. നീലയമരിയുടെ വേര് കഷായം വെച്ച് കുടിച്ചാൽ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ പഴുപ്പ് എന്നിവ ശമിക്കുന്നതാണ്. 10. നീലയമരിയുടെ നീര് പുരട്ടിയാൽ തലയിലെ ചൊറി മാറും. 11. പല്ലുവേദന മാറുന്നതിനായി നീലയമരി വേര് ചവച്ചു കഴിഞ്ഞാൽ പല്ലുവേദന ശമിക്കുന്നതാണ്. 12. നീലയമരിയുടെ നീര് കഴിക്കുന്നത് ചുമ, ആസ്മ, അപസ്മാരം എന്നീ രോഗങ്ങൾക്ക് ഫലപ്രദമാണ്. 13. അമരിയില അരച്ച് തേച്ചു കഴിഞ്ഞാൽ കടന്നൽ വിഷം ശമിക്കുന്നതാണ്. വിഷത്തിന് പ്രഥമ ഔഷധം ഗരുഡക്കൊടിയാണ്. 2ാം സ്ഥാനമാണ് നീലയമരിക്കുള്ളത്. 14. അമരി, ഗരുഡക്കൊടി, നിലംപരണ്ട ഇവ ഇടിച്ചു പിഴിഞ്ഞ ചാറിൽ സമം ഉരുക്കു വെളിച്ചെണ്ണയും കൽക്കത്തിന് ഗരുഡക്കൊടിയും വേരും ചേർത്ത് കാച്ചി ഇടുന്നത് ഏത് വിഷം പറ്റലും മാറുന്നതിന് നല്ലതാണ്. ഉരുക്കു വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ തേങ്ങാപ്പാൽ ചേർത്താലും മതിയാവും. 15. സോറിയാസിന് നീലയമരി ചതച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി തേക്കുന്നത് അല്പം ശമനം തരുന്നതാണ്. 16. നീലയമരിയുടെ വേരും പച്ചമഞ്ഞളും കൂടി അരച്ചു തേച്ച് കഴിഞ്ഞാൽ എട്ടുകാലി, പഴുതാര, കടന്നൽ മുതലായ കീടങ്ങളുടെ വിഷം വേഗത്തിൽ ശമിക്കുന്നതാണ്. 17. കൊതുക് കടിച്ച് അലർജിയായി തടിച്ചു വന്നു കഴിഞ്ഞാൽ നീലയമരി അരച്ചു തേച്ച് കഴിഞ്ഞാൽ ഗുണം ലഭിക്കും. 18. പട്ടി, പൂച്ച മുതലായവയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പ്രഥമ ചികിത്സയായി നീലയമരി അരച്ചു തേക്കുകയും ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം. അതിനുശേഷം വിദഗ്ധ ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. 19. നീലയമരിയുടെ ഇലയും പച്ചമഞ്ഞളും കൂടി അരച്ചു തേച്ചു കഴിഞ്ഞാൽ എച്ചിമയും അതുപോലുള്ള മറ്റു ത്വക്ക് രോഗങ്ങളും ശമിക്കുന്നതാണ്. 20. നീലിമൂലാദി കഷായം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നീലയമരിയുടെ വേര്, അമൽപ്പൊരി വേര്, ഉങ്ങിൻതൊലി, അങ്കോലത്തിൻ വേര്, മുരിങ്ങാത്തൊലി, വയമ്പ്, ദേവതാരം, മൈസൂർ ചന്ദനം, നെന്മീനിവാകത്തൊലി, മുത്തങ്ങാക്കിഴങ്ങ്, ജീരകം, അമുക്കുരം, ചുക്ക്, ശീമക്കൊട്ടം ഇവ കൊണ്ടുള്ള കഷായം ആണ് ഈ പറയുന്ന കഷായം. എല്ലാത്തരം വിഷങ്ങൾക്കും ഇത് പറ്റിയതാണ്. എലിവിഷം, പാമ്പുവിഷം, കീടവിഷങ്ങൾ എന്നിവയ്ക്കൊക്കെ അത്യുത്തമമാണ്. 21. നീലമൂലാദി ലേഹ്യം എന്ന് പറയുന്നത് ഈ നീലയമരി കൂടുതലായിട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ സർവ്വവിഷങ്ങളും തീരും, സ്തംഭിച്ച വിഷവും മാറുന്നതാണ്. 22. നീലാമരിയല്ല പാലിൽ അരച്ചു കഴിച്ചാൽ കാമില അഥവാ മഞ്ഞപ്പിത്തം ശമിക്കുന്നതാണ്. 23. നീലാമരി വേരിനോടൊപ്പം
അതിൻ്റെ ഒപ്പം സമം ചന്ദനവും രാമച്ചവും കൊട്ടവും ചേർത്ത് ഉണ്ടാക്കുന്ന കഷായം ചിലന്തി, തേൾ, പഴുതാര മുതലായവയുടെ വിഷത്തിന് ഫലപ്രദമാണ്. 24 നീലിയാമരിയുടെ നീര് കഴിച്ചാൽ കരൾ വീക്കവും മറ്റ് കരൾ രോഗങ്ങളും ശമിക്കുന്നതാണ്. നീലിയാമരിയുടെ ഇല ചേർത്ത് ആഹാരം ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. അമരയില ആഹാരത്തിൽ ചേർക്കുമ്പോൾ ഉപ്പ് ഒഴിവാക്കിയാലാണ് അത് ഫലപ്രദമാവുകയുള്ളൂ. 25 ആമവാദം, സന്ധിവാദം മുതലായവയ്ക്ക് ഇലക്കിഴി, എണ്ണക്കിഴി മുതലായവ ഉണ്ടാക്കുമ്പോൾ മറ്റ് മരുന്നുകളോടൊപ്പം അമരിയില കൂടി ചേർക്കുന്നത് കൂടുതൽ ഫലം ചെയ്യുന്നതാണ്. പക്ഷേ അമരിയില ചേർക്കുമ്പോൾ അതിൻ്റെ കായും തണ്ടും ഇല്ലാതെ ഇല മാത്രം എടുക്കണം. കായ തൊണ്ട കടന്നു കഴിഞ്ഞാൽ കിഴി പിടിക്കുമ്പോൾ ശരീരത്തിൽ വേദന ഉണ്ടാകും. 26 തേൾ, പഴുതാര, കടന്നൽ മുതലായ കീടവിഷങ്ങൾക്ക് അമരിയുടെ നീര് പുരട്ടുകയും 5 ഇല ഉള്ളിൽ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിഷവ്യാപനത്തെ തടയുന്നതായിരിക്കും. 27 നീലയമരി, കയ്യുണ്യം, വള്ളി ഒഴിഞ്ഞ എന്നിവയുടെ നീരിൽ തേങ്ങാപ്പാൽ, പശുവിൻ പാൽ, എരുമപ്പാൽ, ആട്ടിൻപാൽ എന്നിവയും എണ്ണയും കൂട്ടി നെല്ലിക്ക, കടുക്ക, താന്നിക്ക, ഇരട്ടിമധുരം, വെളുത്ത കുന്നിയുടെ വേര് എന്നിവ കൽക്കമായി എണ്ണ കാച്ചി അരിക്കുക. ഇതാണ് നീലഭൃംഗാദി തൈലം. ഇത് കേശവൃദ്ധിക്ക്, കേശത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലതാണ്. 28 നീലയമരിയും ഉമ്മത്തിൻ്റെ ഇലയും മുരിങ്ങയിലയും മുരിക്കിലയും എണ്ണയും ചേർത്ത് കാച്ചി അരിക്കുക. പത്രഭാഗത്തിൽ നീലത്തുരിശും തേനീച്ചയുടെ മെഴുക്കും ചേർക്കണം. ഈ തൈലം നീർക്കെട്ടിനും മുട്ടുവേദനയ്ക്കും ചൊറിഞ്ഞു പൊട്ടുന്നതിനും വളങ്കടിക്കും ഒക്കെ ശമനമുണ്ടാക്കും. 29 കരൾ രോഗങ്ങൾക്ക് അമരിയില, കയ്യൊന്നിയില എന്നിവ വെള്ളം ചേർക്കാതെ നാളികേരപ്പാലിൽ ചേർത്ത് കാച്ചി അരിച്ച് 1 ടീസ്പൂൺ വീതം അകത്ത് സേവിക്കുന്നത് ശമനം തരും. 30 തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗങ്ങൾക്ക് അമരിയില, ചക്രത്തകര ഇല സമം നീര്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, തേനീച്ചയുടെ മെഴുക് ചേർത്ത് കാച്ചി അരിച്ച് ലേപനമായി പുരട്ടി കഴിഞ്ഞാൽ ശമനമുണ്ടാകും. 31 ദോഷം വരുത്താത്ത ഒരു ഹെയർ ഡൈ നീലയമരി കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ആവശ്യമുള്ളവരുണ്ടാക്കിയാൽ മതി. 2 സ്റ്റെപ്പായിട്ടാണ് അത് ഉണ്ടാക്കേണ്ടത്. ആദ്യം 1 ഗ്ലാസ് വെള്ളത്തിൽ തേയിലപ്പൊടി ഇട്ട് അത് ചെറു തീയിൽ തിളപ്പിച്ച് അത് 1/2 ഗ്ലാസ്സാക്കി വറ്റിക്കുക. ഇത് ചൂടാറുമ്പോൾ ഇതിലേക്ക് ഹെന്ന പൗഡർ അഥവാ മൈലാഞ്ചി പൊടി ചേർക്കുക. അല്ലെങ്കിൽ പച്ച മൈലാഞ്ചിയുടെ ഇല അരച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് മുട്ട ഒരെണ്ണം അടിച്ച് ചേർക്കണം. അതുപോലെ തന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കണം. ഇത് നല്ലതുപോലെ ചേർത്ത് ഇളക്കുക. ഈ മിശ്രിതം 4 മണിക്കൂർ നേരം ചൂടാറാൻ വെച്ചുകൊണ്ടിരിക്കുക. പിന്നീട് മുടിയിൽ നല്ലതുപോലെ തേക്കണം. 2 മണിക്കൂർ തുടങ്ങി 4 മണിക്കൂർ വരെ മുടിയിൽ വെക്കണം. പിന്നീട് സാധാരണ വെള്ളം കൊണ്ട് കഴുകി കളയണം. ഷാമ്പുവോ മറ്റൊന്നും തന്നെ സോപ്പോ ഒന്നും തലയിൽ ഉപയോഗിക്കരുത്. കഴുകി കളഞ്ഞാൽ നരച്ച മുടികൾക്ക് ബ്രൗൺ പോലുള്ള നിറം കിട്ടും. അടുത്ത സ്റ്റെപ്പിലൂടെയാണ് കറുപ്പ് ലഭിക്കുക. അത് അടുത്ത ദിവസമാണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തേയില വെള്ളം തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഇതിലേക്ക് നീലയമരിപ്പൊടി ചേർക്കുക. അത് നീലയമരി പച്ചയാണെങ്കിൽ അത് ഇലയും പൂവും അരച്ച് ഇതിലേക്ക് ചേർക്കാം. ഇത് 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഇതിൻ്റെ നിറം കറുപ്പായിട്ട് മാറും. ഈ മിശ്രിതം തലയിൽ പുരട്ടുക. നരച്ച ഭാഗത്ത് കൂടുതലായിട്ട് പുരട്ടണം. 3 മണിക്കൂറിന് ശേഷം ഇത് കഴുകി കളയാം. സാധാരണ വെള്ളത്തിലെ കഴുകാവൂ. സോപ്പോ ഷാമ്പോ ഉപയോഗിക്കരുത്. അതിനുശേഷം നോക്കി കഴിയുമ്പോഴും മുടിക്ക് കറുപ്പ് നിറം ലഭിച്ചിട്ടുണ്ടാകും. ഇത് തുടർച്ചയായിട്ട് ഈ 2-3 കൂടുതൽ നരയുണ്ടെങ്കിൽ 2-3 ദിവസം ചെയ്യേണ്ടി വരും. പിന്നീട് കളറ് മാറുന്നതിനനുസരിച്ച് വീണ്ടും ഇത് തരം ചെയ്യാവുന്നതാണ്. 32 നീലയമരി കൊണ്ട് മറ്റൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്ന രീതിയാണ് കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയാണ്. 1 കപ്പ് ബീറ്റ്റൂട്ട് എടുത്ത് തേയില തിളപ്പിച്ച വെള്ളത്തിൽ അരച്ച് എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ നീലയമരിയുടെ പൊടി ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കുക. നന്നായി ഷാമ്പു ചെയ്ത് മുടിയിലെ അഴുക്കും എണ്ണയും കളഞ്ഞ് അത് തുവർത്തി തല ശരിക്കും ഉണക്കിയെടുക്കുക. അങ്ങനെ എടുത്ത ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ പാക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 1.5 മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ മുടി കറുക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് നരയുണ്ടെങ്കിൽ അടുപ്പിച്ച് 3 ദിവസം ചെയ്യേണ്ടി വരും. കൃഷി വിവരങ്ങളെ നോക്കാം. വിത്ത് പാകിയാണ് നീലയമരി നടുന്നത്. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലുമാണ് വിത്ത് വിതയ്ക്കാനായിട്ട് പറ്റിയ സമയം. വളരെ ചെറിയ വിത്താണ് നീലയമരിയുടേത്. അതിൻ്റെ തൊലി അല്പം കട്ടി കൂടിയതായതുകൊണ്ട് മുളയ്ക്കാൻ എളുപ്പത്തിന് വിത്ത് മണലുമായി ചേർത്ത് പതുക്കെ ഒന്ന് ഉരസുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ 1 സെക്കൻഡ് മുക്കുന്നത് നല്ലതാണ്. 3 ഇരട്ടി മണൽ ചേർത്താണ് വിത്ത് വിതയ്ക്കേണ്ടത്. അല്ലെങ്കിൽ വിത്ത് അടുത്തടുത്ത് വീഴാൻ സാധ്യതയുണ്ട്.
വിതച്ച് 2-3 മാസത്തിനകം ചെടികൾ പൂക്കാൻ തുടങ്ങും. പൂവിടുന്നതോടുകൂടി നിലത്ത് നിന്ന് 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെച്ച് കട അത്രയും നിർത്തണം. ചെടികൾ മുറിച്ചെടുക്കാം. വിളവെടുത്ത ശേഷം നനയ്ക്കണം. 1.5-2 മാസം കഴിഞ്ഞാൽ അടുത്ത വിളവെടുപ്പ് നടത്താൻ പറ്റും. വളർച്ചയനുസരിച്ച് വർഷത്തിൽ 4-5 പ്രാവശ്യം വിളവെടുപ്പ് നടത്താവുന്നതാണ്. ഇലകൾ കൂടുതൽ ആവശ്യമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പൂക്കുന്നതിന് മുമ്പ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കാരണം പൂക്കുന്നതോടുകൂടി ഇലകളുടെ എണ്ണം കുറഞ്ഞു വരും. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിന്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.